ഹായ് ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് കേട്ടോ. വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രൗണിയാണ്. ഇതാണ് ഞാൻ വിൽക്കുന്ന ചോക്ലേറ്റ് ബ്രൗണി. നല്ല ടേസ്റ്റി ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബ്രൗണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/3 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് അൺസാൾട്ടഡ് ബട്ടർ ഒരു 3 ടേബിൾ സ്പൂൺ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം. ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ബട്ടറും ഓയിലും കൂടി ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഡാർക്ക് ചോക്ലേറ്റിന് പകരം നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആ ഒരു എണ്ണയുടെയൊക്കെ ചൂട് കൊണ്ട് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. ഈ ഒരു മിക്സ് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദയും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാ കേക്കും പോലെ ഈ ഒരു ബ്രൗണി നല്ല സോഫ്റ്റ് ഒന്നും ആയിരിക്കില്ല, കുറച്ച് ഹാർഡൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ചോക്ലേറ്റിൻ്റെ മിക്സും പഞ്ചസാരയും കൂടി നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. രണ്ടും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് 1 മുട്ട ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ 1 മുട്ട ചേർത്തിട്ട് ഇവിടെ മിക്സ് ആക്കിയിട്ടുണ്ട്. 1 മുട്ടയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടോട്ടൽ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട 2 ചേർത്തു. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുമ്പോഴേക്കും ബാറ്റർ നല്ല തിക്കായിരിക്കും. സാധാ കേക്ക് പോലെയല്ല, നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടുന്നത്. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രൗണി ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്രൗണി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തു, കാരണം നമുക്ക് ബാറ്റർ കുറവായതുകൊണ്ട് പാത്രത്തിൻ്റെ എല്ലായിടത്തും ഇത് ഒന്ന് സ്പ്രെഡ് ആകണമല്ലോ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് സ്പാച്ചില വെച്ചിട്ട് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കി ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. അതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ ബ്രൗണി നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ.
അങ്ങനെ നമ്മുടെ ബ്രൗണി ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പീസാക്കി കട്ട് ചെയ്തെടുക്കാം. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഈസി ആയിട്ട് ബീറ്ററൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബ്രൗണി ഇതുവരെ കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.